ഓക്കെ ഓക്കെ കണ്ടു കണ്ടു. ബാ പിറ്റി ബാ ബാ ബാ. കണ്ടു കണ്ടു കണ്ടു. ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ആ ഒരു വണ്ടി കക്കാശിയുടെ വണ്ടി മാത്രം അവരെടുക്കുവാണെങ്കിൽ നമ്മള് ബാക്കിയുള്ളവർ കുത്ത്. ടയർ പൊട്ടിക്കറ കക്കാശി, ടയർ പൊട്ടിക്കുക. അവന്മാർ ഇവിടെ കുത്തി തിരിച്ചു കയറി. നിങ്ങൾ വണ്ടിയിൽ തിരിച്ചു കയറി. എന്റെ ആ മാർക്കിൽ അവന്മാർ കുത്തിയിട്ടുണ്ടേ. ഇറങ്ങി അല്ല കുത്തിയിട്ടില്ല, തിരിച്ചു കയറി. ബാ മൂവി കക്കാശിയുടെ വണ്ടി മാത്രം ഇറങ്ങി ഫൈറ്റ് ചെയ്യാവേ. വാ ആ ചെയ് നൈസ്. ഇതെന്റെ വണ്ടിയാ. നോക്കി എടാ അടുത്ത് തിരിച്ചു വണ്ടി കയറി ഫ്രണ്ടിലോട്ട് വാ. മൈക്ക് ബാക്കിയുള്ളവർ പിറ്റ് ചെയ്യും. നമ്മുടെ ടയറാ നീയൊക്കെ പൊട്ടിച്ച്. പിറ്റിയടാ മൈക്ക്. വാ പിറ്റി. അവന്മാര് ഹൈ ഗ്രൗണ്ടിലോട്ട് കയറുന്നുണ്ട്. അത് മൈൻഡ് ആക്കണ്ട. നിങ്ങൾ ഇവിടെ കുത്തല്ലേ, ഇവിടെ കുത്തരുത്. അവർ ഹൈ ഗ്രൗണ്ട് കയറുക. ഇവിടെ കുത്തി കൊടുക്കല്ലേ, വെറുതെ ചുമ്മാ ഒന്ന് അടിച്ചിട്ട് പോകും. വാ ഇവിടെ ഒരു വണ്ടിയുണ്ടോ? ഒറ്റയ്ക്ക് ഒരു വണ്ടിയുണ്ടോ ഈ സ്ഥലത്ത്? ഇങ്ങോട്ട് വന്നേ. പക്ഷെ അതൊക്കെ ഹൈ ഗ്രൗണ്ടാ. അവന്മാരെ ഇറങ്ങി അതിന്റെ മേലിൽ കൊണ്ട് കുത്താൻ പറ്റും. ഇങ്ങോട്ട് വന്നേ. എടാ എന്റെ കൂടെ വന്നേ. എന്റെ കൂടെ വാ. എടാ വാടാ വന്ന് കൂടെ വാ. ബാക്കിയുള്ളവർ വാ. ഈ ഒരു മലയിലോട്ടോ, ഈ മലയിലെ അവര് ടയർ പൊട്ടിക്കും. ഓൺ ഫുട്ടാണ്. അപ്പൊ ഈ സൈഡിൽ കൂടെ കയറിയാൽ മതി. അവര് ഓൺ ഫുട്ടാന്ന് തോന്നുന്നു. ഇതുവഴി കയറാൻ എന്റെ വണ്ടി കയറത്തില്ല. നീ കക്കാശി ഇതിന്റെ ഇവിടെ ഉള്ള ആരോ പൊട്ടിച്ചതാ. അവരവിടെ ഓൺ ഫുട്ട് നിക്കുക. വെയിറ്റ് ചെയ്. എടാ ഞാൻ പറയുന്ന ഇല്ലടാ. അവിടെ ഓൺ ഫുട്ട് ആയിക്കാണോ? ഇല്ല ഓൺ ഫുട്ട് ഇല്ല. ഓക്കെ അത് ഒരു ഒറ്റ വണ്ടിയേ ഉള്ളൂ. ഓൺ ഫുട്ട് ഒരു ഒറ്റ വണ്ടിയാ. ഇല്ലടാ ബാക്കി രണ്ട് വണ്ടിയുണ്ട്. ബാക്കിയുള്ളവർ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുക. നിങ്ങൾ കുത്തൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കുത്തരുത്. അവന്മാർ ഇപ്പോഴും അവിടെ ഇങ്ങനെ ഉണ്ട്. കുത്താൻ റെഡി ആയിട്ട് നിൽക്കുക അവന്മാരെ. എടാ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ട് കുത്തി. അവര് വരുമെന്ന് നോക്കട്ടെ. അപ്പുറത്തെ സൈഡ് കുത്തണേ. ഈ സൈഡ് കുത്തണേ. ഈ സൈഡ് അങ്ങോട്ട് പോയി. അവര് വരുമെന്ന് എന്റെ വിശ്വാസം. പോ കുത്തി. ഫസ്റ്റ് കുത്തി വണ്ടി ഇറങ്ങും. അവർ ഈ മല മേളിൽ നിർത്തും. അതാ ഞാൻ അപ്പുറത്ത് നിർത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്. അവര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മലമേലിൽ ഇറങ്ങിയിട്ടുണ്ട്. വേണ്ട എടാ കവറിലേക്ക്. അവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്തുന്നുണ്ട്. എത്തുന്നുണ്ട്. അതാ അവര് ബേക്ക് വലിയുന്നേ. ലെഗസി വേണ്ട, നീ റിസ്ക് എടുക്കണ്ട. നിനക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല. അതാ വേണ്ട. എടാ ഒന്ന് ഹോൾഡ് ചെയ്യ. അവര് ഓൺ ഫുട്ട് നിൽക്കുക. വണ്ടിയിലാണെങ്കിൽ തട്ടാനുള്ള വണ്ടി ലിയോയുടെ വണ്ടി നേരെ പോയി തട്ടണം. ലിയോ ഇപ്പൊ പോയി തട്ടി. ലിയോയുടെ വണ്ടി പോയി തട്ടി. ബാക്കിയുള്ളവർ പിറകെ ഓൺ ഫുട്ട് ഇറങ്ങാൻ റെഡി ആവണം. നേരെ പോയി തട്ടി താഴെ കളഞ്ഞ. ലിയോ തട്ടി താഴെ കള. ബാക്കിയുള്ള വണ്ടി വാ. കുത്താൻ വാ. നീ കളഞ്ഞോ. എടാ നമ്മുടെ കൂടെ ഉള്ളവർ കുത്തി. വാ നേരെ ഹൈ ഗ്രൗണ്ട് കുത്ത്. ഇറങ്ങി ലെഗസി ഇറങ്ങടാ. എടാ പണ്ണ് തീർന്നു. കേറിയിടി. 15 പേരെ ഒരുമിച്ച് കേറിയടിക്ക്. കേറിയടിക്കേ. ഇവിടെ ഫിനിഷ് ചെയ്തോട്. ബാക്കിൽ കുറച്ചല്ല. അതെടുക്കാം. ബാക്കി ഇവിടെ ഉള്ളവരെ നോക്കേ. ഓക്കെ നൈസ്. ഇന്ന ആളുണ്ടോ? ഒന്ന് ചുറ്റും നോക്ക്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു കത്തുന്ന ഒരു ഫീലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എടാ ഇവിടെ ആരാ കുത്തിയേ? ലിയോ ആണോ? എടാ ഈ കുത്തി ആരാ? കക്കാശിയാണോ? അല്ലല്ലോ. മാസ്കും ഇല്ലേ?
ഒരു കത്തലുണ്ടായിരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒരു ഒരുമാതിരി ഒരു പോലെ ഇവന്റെ POVയില് ഒരു വേറെ ഗ്രാഫിക്സ് ഇവന്റെ അതാ പറഞ്ഞ സാനോക്ക് കളിക്കുന്ന പോലെ ഹൈ ഗ്രാഫിക്സ് ആണോ അത്? അല്ലല്ല ഇതല്ലോ ബെറ്റർ ഗ്രാഫിക്സ് റെൻഡർ റെസൊല്യൂഷൻ എത്ര 2K ആണോ? 1080p എന്നെ വിൽക്കും കേട്ടോ ഹിമാനെ, ഞാൻ ഇതിൽ എന്നെ വിൽക്കലാണ്. ഞാനവിടെ ഒറ്റയ്ക്കിരുന്ന് വെടിയൊക്കെ നോക്കിയോട്ടെ ഒറ്റയ്ക്ക് ഞാൻ ബാക്കിയുള്ള വണ്ടികൾ അവിടെ കുത്തിയില്ലായിരുന്നു അവിടെ. ഞാൻ ഇറങ്ങിയതാ കൊക്കാശി, ഞാൻ ഇറങ്ങിയതാ താഴെ ചാടി. ഞാൻ കണ്ടില്ല. എനിക്ക് എഫ് അടിച്ചിട്ട് ഇറങ്ങാൻ എന്തോ എന്തിനാണല്ലേ ഇവിടെ വന്ന് ഇറങ്ങുന്നേ? അവന് കിട്ടുമെന്ന് ചോദിച്ചാ, പക്ഷെ ഞാൻ മാറി വിടുന്നു ഇപ്പൊ. ഭയങ്കര ദൂരായി, നമുക്കൊരു സപ്പോർട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ കുത്തിയ കുഴപ്പമില്ല. പ്ലേ ഇതിപ്പോ ഇവിടെ നിന്നമാരെല്ലാം എന്റെ ഇങ്ങോട്ടാക്കി ഞാൻ ചെറുതായി ഡിഫ് ചെയ്തു ഒരു തന്നെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് നിന്റെ ഭയങ്കര പിക്സൽ പിക്സൽ അത് കുഴപ്പമില്ല. അവന് കിട്ടിയില്ല. അവൻ ഇപ്പൊ എന്നെ ടാർഗറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ കറങ്ങി അടിക്കാമാരെ. ഓക്കെ ഓക്കെ അവിടെ നിന്ന് വരാനോ? എവിടെ നിന്ന് വരാൻ? ഡേറ്റ് ആയി കൊടുത്ത് അവന്മാരെല്ലാം കൂടി എന്നെ അങ്ങ് നോക്കി എന്നോടെ. കക്കാശി ഇവിടെ ഇറങ്ങി ഞങ്ങൾ അറിഞ്ഞില്ല. കക്കാശി ഇറങ്ങുന്നേ അറിഞ്ഞില്ല. ഇത് കുത്താൻ പറഞ്ഞു കോള് പറഞ്ഞില്ല എന്നോടെ. ഈ വണ്ടിങ്ങ് പോയി ഞാൻ കണ്ട. ഞാൻ സീറ്റ് വരിട്ട് രണ്ടുപേരില്ലേ ഈ വണ്ടിയില് വീണ്ടും? ഓക്കെ ഓക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഞാനങ്ങ് വെയിറ്റ് ആയി കൊടുക്കും അവന്മാർക്ക്. അറിഞ്ഞു ഒരുത്തന്നെ അറിഞ്ഞു കണ്ടോ. ഒക്കെ എന്റെ അടുത്തോട്ട് വരും കണ്ടോ. എല്ലാം എന്റെ അടുത്തോട്ട് വരും. അല്ലല്ല ഇനി ഒക്കെ അവന്മാർ എന്റെ അടുത്തോട്ട് വരും. എല്ലാം കണ്ട അവര് ഫുള്ള് എന്റെ അടുത്തോട്ട് വന്ന്. അല്ല ഇത് കളിച്ചാ ഇതുകൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾ അവിടെ നിന്ന് വന്ന് ആ സൈഡിൽ കളിക്കണേ ഐപാഡ് എടാ ഇതൊക്കെ കേട്ടിട്ട് മറ്റേ വേറെ ഗ്യാങ്ങിലുള്ളവരൊക്കെ ഐപാഡ് മേടിക്കും. നൈസ് നൈസ് നൈസ്. ഇങ്ങനൊന്നും അടിക്കാൻ കണ്ടിട്ടില്ല ഞാൻ. റേഡിയോ ഞെക്കി അടിക്കുന്ന ആദ്യമായിട്ട് കാണുന്നു. അവനെന്താ അടിക്കാത്ത നീ? എടാ ഇവനെ ഈ ബോഡി മുമ്പിൽ വന്നു അതുകൊണ്ട് കിട്ടിയില്ല. നിന്നോട് മിണ്ടൂല. ഓക്കെ ഓക്കെ കാണിച്ചു കാണിക്കാം. മൂന്ന് കാഷ്വാലിറ്റി ഉള്ളൂ. മൂന്നാന്നാ പറയുന്നേ. 4 അല്ലടാ 3. 4 അൾട്രോണെ ഞാൻ നീ ചത്താ? ഞാൻ ഇവിടെ നിക്കരുത്. എനിക്കൊന്നും ചെയ്യില്ല. ശരിയാണ് തൽക്കാലം എനിക്ക്. പക്ഷെ എന്റെ വണ്ടി അവിടെ തിരിഞ്ഞ് എന്റെ വണ്ടി താഴോട്ട് പോയി. ഇത് നമ്മളവിടെ വന്ന് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് അതാണോ പറ്റിയത്? കുത്തുന്ന ഒരുമിച്ചാവത്തെ അതാണോ? ഈ റിഡ്ജ് ആയതാണോ? ഞാൻ 40 HP ആയി. അവിടെ എനിക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു. കാരണം അവിടെ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയി. ഒരു കണ്ട് എനിക്ക് എടാ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ബാഡ് അടിച്ചായിരുന്നു. എന്ന് വെച്ചാ പെട്ടെന്നൊരു എന്താ വെച്ചാ ഒരുമാതിരി തോന്നിയായിരുന്നു. പക്ഷെ അടിച്ചു കയറി. ഞാൻ നോക്കിയപ്പോ അവന്മാരിങ്ങനെ നിരയായിട്ട് നിക്കുവാ. ഫസ്റ്റ് വീക്ക് ആരാ എടുത്തേ? അപ്പൊ ഞാനാണോ എടുത്തത്? ആ ചത്ത് നിൽക്കുന്നവനെ എത്ര പേരെ അടിക്കുന്നേന്നുണ്ടോ? എണീറ്റ് അവിടെ നിൽക്കുന്നവനെ ില്ലല്ലോ അല്ലേ? നിനക്ക് FPS ഉണ്ടല്ലോ. നൈസ്. അത്രേ ഉള്ളൂ. രാജി ബാക്ക് ടു പവർ. സ്തോത്രം.
ഇവിടെ ഇപ്പൊ നോക്കണേ, ഇവിടെ വരും എന്റെ ഫ്രണ്ട്. അവൻ ചത്തിട്ട് എണീറ്റ് വന്ന. ഓ ബാക്ക് ടു പവർ കിടന്നു. ഇത് നിങ്ങളെ ഒന്നും പറയാൻ പറ്റത്തില്ലടാ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രശ്നമായിരുന്നു. വണ്ടി കുത്തി ഇവിടെയൊക്കെ ഇറങ്ങുന്ന ഭയങ്കര റിസ്ക്കാ. ചിലപ്പോ ഞാൻ പറയട്ടെ, ഇറങ്ങുമ്പോ താഴെ പോവും. അങ്ങനെയൊക്കെ ഇഷ്യൂ വരും ഈ ഒരു സ്ഥലത്ത്. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു MG3 അടിക്കാൻ. ഇല്ല അവനെ ഏറ്റവും ഊമ്പിന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു ഓട്ടം വണ്ടി നിർത്തിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ നോക്കുമ്പോ ഇവൻ എന്താ കാണിക്കുന്നു? ഞാൻ വിചാരിച്ചേ താഴോട്ട് പോയപ്പോ വണ്ടി തിരിച്ചു കയറ്റുന്നു. ഇല്ല, ഞാൻ ഓൾറെഡി മോളിൽ നിന്ന് F അടിച്ചു. ഞാൻ ഇവിടെ താഴെ ഇറക്കുന്നത്. അവന്മാര് വിചാരിച്ചു കാണത്തില്ല. എടാ അവന്മാര് വിചാരിച്ചു കാണത്തില്ല നമ്മൾ ഇവിടെ കൊണ്ട് കുത്തുന്നു. ഇവിടെ കുത്താനുള്ള സ്ഥലം പോലും ഇല്ല. ഞാൻ വിളിച്ചു ഞാൻ ഇവിടെ ചത്തത്. ഞാനൊക്കെ ഒരു ബ്രെയിൻ ടൈപ്പ് അവളെ കാണത്തില്ല. ഞങ്ങളുടെ ഫുള്ള് ബ്രെയിൻ ടൈപ്പ്. സത്യം പറയാലോ, കേറാനും സ്ഥലമില്ലടാ ഇവിടെ. അതാ പ്രശ്നം. കേറാതെ ഇപ്പൊ മൈക്കിയുടെ ഒരു കോൾ ആ ടൈമിലൊക്കെ കേറണം. ആ ടൈമിൽ എല്ലാരും കേറുന്ന ആ ടൈമിൽ കേറിയാ അപ്പോഴേ താഴെ ചാടി. ഞാൻ ഹീലെടുത്ത് തിരിച്ചു വരാം. ഞാൻ നോക്കുന്നുണ്ട് പൂച്ചകളെ പോലെ എല്ലാവരും ഒരു സൈഡിൽ കല്ലും പിടിച്ചിരിക്കുന്നു. ഇല്ല മൈക്ക്, നീ അവിടെ ഓൺ ഫുട്ട് ആയില്ല. ആ സമയത്ത് നമ്മള് പിന്നെ താഴെ പോകും. ഞാൻ പോയി. ജെയ്സ് ബോണ്ടിനെ കണ്ടോ അങ്ങ് ഓടി കയറി പോകുന്നേ? അവന്മാരുണ്ടെങ്കില് എനിക്കതിന്റെ ഇവിടെ വെച്ച് ബാക്കിന്ന് നല്ല അടി. കത്തിപ്പോയി തിരിച്ചു വന്നൊരു വിക്ക് കൊടുത്തു. ഞാൻ വിചാരിച്ച് ഇത് ബാക്ക് സ്റ്റാബാന്നാണ് സത്യം പറഞ്ഞു. ഇതൊക്കെ ബാക്കിന്ന് അടിക്കൊണ്ടിരിക്കുക. സത്യം ഇത് കുറുക്ക് എന്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. എന്റെ വ്യൂ ഞാൻ കാണിച്ചു. എടാ വേണ്ട വേണ്ട, അവൻ കാണിച്ചു തന്നെടാ ഒരു പ്രാവശ്യം. ബാക്കി പിന്നീട് PV കാണിച്ചടാ. ഇതാ വച്ചിരിക്കും. പോത്തില്ല ഹോക്കി അത്. ഓ മൂലത്തി എനിക്ക് അൾട്രോൺ കുത്തുന്ന കാണിച്ചേ. ബേക്ക് ഇവിടെ ഞാൻ F അടിച്ച് വേണ്ട വണ്ടി പോവാ. എന്നിട്ട് ഒന്ന് പറയും ഇറങ്ങിയോ ഒന്നും പറഞ്ഞില്ല. ഭൂമിനെ പറഞ്ഞിട്ട് ഓടി. ഞാൻ വിശ്വസിച്ച് വണ്ടിയുടെ വെച്ചിരിക്കുക. എന്ത് ചെയ്യണം? ഇത് കേറ്റോ എന്തേ ഇടാ കേറാൻ പറഞ്ഞപ്പോ ഇറങ്ങി പോവായിരുന്നു താഴോട്ട്. ഇത് വൈകിയ സ്ഥലത്ത് കേറാനും പറ്റത്തില്ല. നമ്മളൊരു ഓമ്പി സ്ഥലത്തിലോട്ട് കുത്തിയാ. ഞാൻ വിചാരിച്ചു താഴോട്ട് കുഴിയാ. അവന്മാരെ വണ്ടി കുഴി പോയെന്നാ. ഇവിടെ വന്ന് നോക്കിയപ്പോ നിരന്ന് നിൽക്കും എല്ലാരും. എന്ത് മണ്ടത്തരാണ് ഒരൊറ്റ ഉണ്ട് എന്റെ നൈസ്. കൺഫ്യൂസ് ആവുന്നു. റിവെഞ്ച് കണ്ടോ? പാലൊക്കെ കുടിച്ച് അവിടെ ചില്ലായിട്ട് ഓടിക്കളയുക. ഇതൊക്കെ പൃഥ്വിക്ക് കിട്ടിയ രണ്ട് 3 അത്രേ ഉള്ളു. അവൻ കണ്ടു അടിച്ചു. 3 കണ്ടു. ഞാനും പൃഥ്വി അടിക്കണ്ടായിരുന്നു മേലെ. ഇവന് ഷെയ്ക്ക് കുറവാടാ. നോക്ക് ഹൈ DP ചെയ്യാ. അല്ല 600 600 അല്ലടാ ജെൻസോന്റെ 600. ഓക്കെ ഓക്കെ 600. ഇന്ത്യന്റെ എത്ര കേട്ടാ? ഇൻകം 0. ഭയങ്കര സ്ലോ. ലെഗസി ആയിരുന്നു തോന്നുന്നത്. എനിക്ക് വിടാത്ത എന്താടാ ജെയ്സോടെ? അയ്യോ ഞാൻ അല്ല കക്കാശി ആയിരുന്നു.